അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരങ്ങളിൽ 4 പേരുടെ പേരുകളാണ് സാധാരണയായി നബി ചരിത്രത്തോടൊപ്പം നമ്മൾ വായിക്കാറും കേൾക്കാറുമൊക്കെ ഉള്ളത്. അതിൽ 2 പേർ ഇസ്ലാം സ്വീകരിച്ചവരാണ്, 2 പേർ ഇസ്ലാം സ്വീകരിക്കാതിരുന്നവരാണ്. ഹംസ റളിയല്ലാഹു അൻഹുവും അബ്ബാസ് റളിയല്ലാഹു അൻഹുവും 2 പേരും ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആവുന്ന രീതിയിൽ സഹകരിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത് നിലയുറപ്പിച്ചവരാണ്. ബാക്കി 2 പേർ അബൂ താലിബും അബൂ ലഹബുമാണ്. 2 പേരും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും വളരെ വ്യത്യസ്തമായ നിലപാടുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്വീകരിച്ചു പോന്നത്. അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വളരെ ശക്തമായ എതിർപ്പോടുകൂടിയാണ് നിലകൊണ്ടത്. അബൂ താലിബാണെങ്കിൽ നബിയോട് എല്ലാ തരത്തിലുള്ള സഹകരണവും നൽകി നബിയെ പിന്തുണയ്ക്കുകയും ചെയ്തു. സൂറത്ത് ശുഅറയിലെ 214-ാമത്തെ ആയത്ത് വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് താങ്കൾ താക്കീത് നൽകണമെന്ന അർത്ഥം വരുന്ന ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഈ വിഷയം കുടുംബാദികളെ അറിയിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ച് വളരെ കാര്യമായി ആലോചന നടത്തി. അങ്ങനെ ഒരിക്കൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി, ബനു ഹാഷിമിനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. അങ്ങനെ ഈ പറയപ്പെട്ട അടുത്ത ബന്ധുക്കളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നെത്തി. അബൂ ലഹബ് നബിയോട് വളരെ കടുത്ത രീതിയിലാണ് സംസാരിച്ചത്. ഇത് അറബികളുടെ മുഴുവൻ എതിർപ്പ് വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. ഇത് ഞങ്ങളെ അഥവാ നിന്റെ കുടുംബാദികളെ തന്നെ അപകടത്തിലാക്കുന്ന ഒരേർപ്പാടുമായിട്ടാണ് നീ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേർക്ക് നേരെ അബൂ ലഹബ് സംസാരിച്ചു. അബൂ ലഹബിൻ്റെ വർത്തമാനങ്ങളൊക്കെ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി. ആ സദസ്സിൽ വെച്ച് ഒന്നും പ്രതികരിച്ചില്ല. ആ സദസ്സ് അങ്ങനെ തന്നെ പിരിഞ്ഞു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം കുടുംബാദികളെ അറിയിക്കണമെന്നുള്ള നിർബന്ധമായ കൽപ്പന പാലിക്കുക എന്ന അർത്ഥത്തിൽ, മാത്രമല്ല ജിബ്രീലിൻ്റെ ഭാഗത്ത് നിന്നും പ്രത്യേകമായ അറിയിപ്പുണ്ടാവുകയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടുന്ന ആത്മവിശ്വാസം പകർന്നു കൊടുത്തു എന്നും ചില ചരിത്ര ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിളിച്ചു വരുത്തി. ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളെ വീണ്ടും വിളിച്ചു വരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇങ്ങനെ സംസാരിച്ചു: ഞാൻ നിങ്ങളോടൊരിക്കലും കളവ് പറയില്ല. ലോകത്ത് ആര് കളവ് പറഞ്ഞാലും നിങ്ങളോട് ഞാൻ ഒരിക്കലും കളവ് പറയില്ല. ലോകത്ത് ആര് നിങ്ങളെ വഞ്ചിച്ചാലും ഞാൻ ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കുകയുമില്ല. വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, ഏകനായ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ഖാസ്സ, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ്. വൈലൻ നാസി ആമ്മ, ഞാൻ മുഴുവൻ ജനങ്ങളിലേക്കും അയക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ്. വല്ലാഹി, അള്ളാഹിനെ സത്യം ചെയ്തുകൊണ്ട് എൻ്റെ കുടുംബാംഗങ്ങളെന്ന നിലയ്ക്ക് ഞാൻ ആദ്യമായി നിങ്ങളോട് സംസാരിക്കുന്നത് ലതമൂതുന്ന കമാ തനാമൂൻ, നിങ്ങൾ ഉറങ്ങുന്നത് പോലെ ഒരിക്കൽ മരണത്തിലേക്ക് നിങ്ങൾ വഴുതി വീഴും. അതുപോലെ ലതുബഅസുന്ന കമാ തസ്തൈഖദൂൻ, ഓരോ ഉറക്കിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണോ ഉണർന്നെഴുന്നേറ്റ് വരുന്നത് അതുപോലെ ആ മരണത്തിന് ശേഷം വീണ്ടും ഒരു പുതുജീവനിലൂടെ നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുകയും ചെയ്യും. ലതുഹാസബുന്ന ബിമാ തഅമലൂൻ, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണോ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. ലതുജ്സൗന്ന ബിൽ ഇഹ്സാനി ഇഹ്സാന, അന്ന് നിങ്ങളുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നല്ല കാര്യങ്ങളാണ് ഈ ലോകത്ത് ചെയ്തതെങ്കിൽ ആ നന്മ തന്നെ നിങ്ങൾക്ക് പ്രതിഫലമായി ലഭിക്കുകയും ചെയ്യും. വബിസ്സൂഇ സൂഅ, കർമ്മങ്ങൾ മോശമായി പോയാൽ അതുപോലത്തെ അനന്തര ഫലങ്ങളായിരിക്കും നാം എല്ലാം അനുഭവിക്കേണ്ടി വരിക. വഇന്നഹ അൽ ജന്ന അബദൻ അബിന്നാറു അബദ, ഒന്നുകിൽ ശാശ്വതമായ സ്വർഗത്തിലേക്ക് നാം എത്തേണ്ടവരാണ്, അല്ലെങ്കിൽ ശാശ്വതമായ നരകത്തിലേക്ക് നാം ചെന്ന് പതിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു: ഇന്നക്കും ലഅവ്വലു മൻ
ഉൻദിറു, ഞാൻ ആദ്യമായി നിങ്ങൾക്ക് തന്നെയാണ് താക്കീത് ചെയ്യുന്നത്. ദീനിൻ്റെ നിയമങ്ങൾ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു അടിമ എന്ന രീതിയിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യമായി നിങ്ങൾക്ക് തന്നെ താക്കീത് ചെയ്യുകയാണ്. മസലി വ മസലുക്കും കമസലി റജുലിൻ റഅൽ അദുവ, എന്നെയും നിങ്ങളെയും ഉപമിക്കുകയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം. ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ നാട്ടിലേക്ക് കടന്നു വരുന്ന ശത്രുവിനെ മുൻകൂട്ടി കാണുന്നു. മുൻകൂട്ടി കണ്ട ശത്രുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അപകടത്തെ സംബന്ധിച്ച് തൻ്റെ നാട്ടുകാരോട്, തൻ്റെ വേണ്ടപ്പെട്ടവരോട്, കുടുംബക്കാരോട് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യനായിട്ട് നിങ്ങൾ എന്നെ കണ്ടാൽ മതി. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നൊരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ, എൻ്റെ, എല്ലാവരുടെയും ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു അപകടത്തെ സംബന്ധിച്ചാണ്. ഈ ജീവിതം ഇങ്ങനെ തന്നെ തുടർന്ന് മുമ്പോട്ട് പോയാൽ സംഭവിക്കാനിരിക്കുന്ന പരലോകത്തിലെ അപകടത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിതം മാറേണ്ടതുണ്ട്, നേർവഴിയിൽ നാം എല്ലാം സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ ആ കുടുംബക്കാരായി അവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരോടും സംസാരിച്ചു. ആ സന്ദർഭത്തിൽ അബൂ താലിബ് നബിയോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എന്തെല്ലാം സഹായമാണോ വേണ്ടത് ആ സഹായങ്ങൾ നൽകി ഞങ്ങളൊപ്പമുണ്ടാവും. എന്ന് മാത്രമല്ല, ആ സഹായികളുടെ കൂട്ടത്തിൽ ഒന്നാമതായി ആദ്യമായി ഞാനും ഉണ്ടാകും. ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നിന്റെ വാക്കുകൾ കേൾക്കാനും നിനക്കാവശ്യമായ പിന്തുണ നൽകാനുമാണ് എന്ന് അബൂ താലിബ് പറഞ്ഞിട്ട് തുടർന്ന് പറഞ്ഞു, അതുകൊണ്ട് ഫംലി ലിമാ ഉമിർത ബിഹി, നിന്നോട് എന്താണോ കൽപ്പന വന്നിട്ടുള്ളത് ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക, തുടർന്നും മുന്നോട്ട് നീങ്ങുക എന്ന് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. തുടർന്ന് അബൂ താലിബ് ഇങ്ങനെ പറഞ്ഞു, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവായ അബ്ദുൽ മുത്തലിബിൻ്റെ ദീൻ ഒഴിവാക്കി മറ്റൊരു മാർഗത്തിൽ സഞ്ചരിക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആവശ്യമായ പിന്തുണകൾ നൽകും, പക്ഷേ വിശ്വാസത്തിൽ നിന്ന് മാറാൻ ഞാൻ തയ്യാറല്ല എന്ന് അബൂ താലിബ് ആ സന്ദർഭത്തിൽ സംസാരിക്കുകയുണ്ടായി. ആ സദസ്സിലുണ്ടായിരുന്ന പലരും പല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും അവിടെ എതിർത്തു നിന്ന ഒരു മനുഷ്യൻ അബൂലഹബാണ്. അബൂലഹബ് പറഞ്ഞത് ഇങ്ങനെയാണ്: യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ, ഇതൊരു വലിയ അപകടത്തിൻ്റെ തുടക്കമാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്ക് പിടിച്ചാൽ അതായിരിക്കും ഏറ്റവും ഉചിതം. ഇവിടെ തന്നെ ഇതിനെ നിയന്ത്രിച്ചു നിർത്തിയാൽ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അതല്ല, നിങ്ങളിതിനെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ നാട്ടുകാരിറങ്ങി ഈ വിഷയത്തിൽ ഇടപെടും. നാട്ടുകാരിറങ്ങി ഇടപെടുമ്പോൾ, മക്കയിലെ മറ്റുള്ള ജനങ്ങൾ ഇതിൽ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ മുഹമ്മദിനെ അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന് വലിയ നാണക്കേടായി മാറും. അതല്ല എങ്കിൽ നിങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി, അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഈ നാട്ടുകാരോട് മുഴുവൻ എതിരിട്ട് നിൽക്കേണ്ടി വരും. അങ്ങനെ എതിർത്ത് നിന്നാൽ നിങ്ങൾ കൊല ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും നിങ്ങളുടെ അഭിമാനത്തിനും അന്തസ്സിനും ചേർന്ന ഇടപാട് ഈ സമയത്ത് ഇവിടെ വച്ച് തന്നെ ഇദ്ദേഹത്തെ നിയന്ത്രിക്കാൻ എന്താണോ വേണ്ടത് അത് ചെയ്യുക എന്നതാണ് എന്ന് അബൂലഹബ് പറഞ്ഞു. ആ സന്ദർഭത്തിൽ അബൂ താലിബ് അബൂലഹബിനോട് സംസാരിച്ചത് ഇങ്ങനെയാണ്. ചരിത്രത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇടപെടലിൽ അബൂ താലിബിൻ്റെയും അബൂലഹബിൻ്റെയും നിലപാട് വളരെ വ്യത്യസ്തമാണെന്ന് നാം കാണുമ്പോഴും, പക്ഷേ ഇവർ രണ്ടാളും മുഖാമുഖം വരുന്നത് വളരെ അപൂർവമായി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇവിടെ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സംസാരിച്ചത് ഇങ്ങനെയാണ്: വല്ലാഹി ലനംനഅന്നഹു, മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടുന്ന എല്ലാ സഹായവും നൽകി അദ്ദേഹത്തെ എതിർക്കുന്നവരെ മുഴുവൻ അതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആവശ്യമായ പിന്തുണകൾ നൽകി മാ ബഖീന, നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് പിന്തുണ നൽകി ഞങ്ങളൊപ്പമുണ്ടായിരിക്കുമെന്ന് അബൂ താലിബ് പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയുടെ സഹോദരിയായ ഹഫ്സ റളിയല്ലാഹു അൻഹ അബൂലഹബിനോട് ചില വർത്തമാനങ്ങൾ പറഞ്ഞതായിട്ടും കാണാം. അബൂലഹബിനോട് ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞു: സഹോദര, എന്തിനാണ് നിങ്ങളുടെ സഹോദരപുത്രനോട് ഇത്ര വലിയ വിരോധം നിങ്ങൾക്ക്?
എന്തുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? നാം ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട സമൂഹത്തിൽ നിന്നും എത്രയോ നാളുകളായി പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ് ഒരു പ്രവാചകൻ്റെ ആഗമനത്തെ സംബന്ധിച്ച്. അങ്ങനെ ഒരു പ്രവാചകൻ വരികയും ആ പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാവുകയും ചെയ്യുന്നത് നമുക്ക് തന്നെയല്ലേ ഗുണം? അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത് എന്ന് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ സന്ദർഭത്തിൽ അബൂലഹബ് പറഞ്ഞ മറുപടി ഇതാണ്. ഇത് സ്ത്രീകളുടെ വർത്തമാനമാണ്. വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് കാര്യബോധമില്ല. കാര്യബോധമില്ലാതെ പറയുന്ന വർത്തമാനത്തിൻ്റെ കൂടെ നിങ്ങൾ കൂടിക്കൊടുക്കരുത്. എന്നിട്ട് അബൂലഹബ് ഇങ്ങനെ പറഞ്ഞു, ഈ മക്കയിലെ മുഴുവൻ ജനങ്ങളും നിങ്ങൾക്കെതിരെ തിരിയുകയാണെങ്കിൽ മക്കയിലെ മുഴുവൻ ജനങ്ങളുടെയും അറബികളുടെ മുഴുവൻ എതിർപ്പ് നിങ്ങൾ വലിച്ചു വയ്ക്കുകയാണ് ഇതിലൂടെ. അങ്ങനെ ഈ നാട്ടുകാരുടെ മുഴുവൻ എതിർപ്പുണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ നിങ്ങളൊന്നുമല്ലാതെ ദുർബലരായി നിശേഷം ഇല്ലാതായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ജനങ്ങളുടെ എതിർപ്പ് വലിച്ചു വെക്കേണ്ട, ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. ഇത്തരം ഒറ്റപ്പെട്ട വാക്കുകളെ തള്ളിക്കളയുകയുമാണ് വേണ്ടത് എന്ന് അബൂലഹബ് സന്ദർഭത്തിൽ സംസാരിച്ചതായിട്ട് കാണാം. ഏതായാലും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കുടുംബാദികൾക്ക് വിശുദ്ധ ദീനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുത്ത ആ സന്ദർഭത്തിലാണ് കുടുംബത്തിൽ നിന്നും വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടായത് എങ്കിൽ പോലും അബൂലഹബിനെ പിന്തുണയ്ക്കാൻ ഒരാളും ഉണ്ടായില്ല എന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ദഅവത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുകയും അബൂ താലിബ് ആവുന്ന പിന്തുണ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുകയും ചെയ്തു.